കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശ്വാസതലത്തിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത അനേകം കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ പ്രതീക്ഷയ്ക്ക് ഇനി സാധ്യമല്ല എന്ന് കാണുന്നിടത്ത് നാം പ്രതീക്ഷയോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസം ദുർബലമാകാതെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. 100 വയസ്സായ അബ്രഹാം സാറായിയുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാത്തിടത്ത് തന്റെ വിശ്വാസം ദുർബലമാകാതെ കർത്താവായ ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാമിന് അനുഗ്രഹമായി മാറി. ലാസറിന്റെ കുഴിമാടത്തിനരികിൽ പ്രതീക്ഷ നശിച്ച ലാസറിന്റെ സഹോദരിമാരെ കണ്ട് യേശു വിളിച്ചു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അതായത് മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സമർപ്പിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവമഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുകയില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. അവിടുത്തെ സന്നിധിയിൽ യാചിക്കുന്ന ഒരുവനെയും അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. പ്രാർത്ഥനയിൽ നാം മുട്ടിയാൽ അവിടുന്ന് വാതിലുകൾ നമുക്കായി തുറക്കും. നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ നാം ആരാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരുവൻ പോലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവിടുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവം. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിനെ വിളിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പാപമോചനമുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവിക മഹത്വം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ആമേൻ. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിലെ മാറയാകുന്ന സകല കയ്പുകളെയും കർത്താവായ യേശു മാധുര്യമുള്ളതാക്കി തീർക്കും. നമ്മുടെ ശത്രുവിന്മേൽ അവിടുന്ന് നമുക്ക് ജയം നൽകും. അവിടുന്ന് സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ അത്ഭുതം കടന്നു വരട്ടെ എന്നും അതുവഴി നാം അനുഗ്രഹം പ്രാപിക്കുന്നവരാകട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.